കർണാടകയിൽ വീണ്ടും ബാങ്ക് കൊള്ള. 8 കോടി രൂപയും 50 പവൻ സ്വർണവുമാണ് കൊള്ളയടിച്ചത്. വിജയപുര ജില്ലയിലെ ബാങ്കിലാണ് കവർച്ച നടന്നത്. കെ പി ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ആരാണ് എത്തിയത്? ഇതെപ്പോൾ നടന്ന കവർച്ചയാണ്? പോലീസ് എന്താണ് പറയുന്നത്? അനശ്വര, ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് ഈ വലിയ ബാങ്ക് കൊള്ള കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിനു മുൻപ് ബീദറിലും അതുപോലെ തന്നെ ദാവൺഗരയിലൊക്കെ ഉണ്ടായ ആ ബാങ്ക് കൊള്ളയ്ക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് വിജയപുരയിലും ഇത്തരത്തിൽ ഒരു ബാങ്ക് കവർച്ച നടന്നിരിക്കുന്നത്. 8 കോടി രൂപയും അതുപോലെ തന്നെ 50 പവൻ സ്വർണവുമാണ് നഷ്ടപ്പെട്ടത്. ഈ ബാങ്ക് അടയ്ക്കാൻ നേരത്താണ് ഈ കവർച്ചാ സംഘം ബാങ്കിലേക്ക് എത്തുന്നത്. അവർ മിലിറ്ററി യൂണിഫോമൊക്കെ ഇട്ട് ആണ് അവിടേക്ക് എത്തിയത്. മുഖം മറച്ചിട്ടുണ്ടായിരുന്നു, കയ്യിൽ തോക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് മാരകായുധങ്ങളുണ്ടായിരുന്നു. മാനേജറെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെയും ബന്ധികളാക്കി വെച്ചുകൊണ്ട് ഇവർ പണം കവരുകയായിരുന്നു. അതുപോലെ തന്നെ പണവും ഈ സ്വർണവും വാഹനത്തിൽ കയറ്റിയ ശേഷം ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 8-9 പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ബാങ്ക് ജീവനക്കാർ നൽകുന്ന മൊഴി. ഈ കവർച്ചയ്ക്ക് ശേഷം ഈ സംഘം മഹാരാഷ്ട്ര ഭാഗത്തേക്കാണ് പോയത്. വിജയപുര എന്നുള്ളത് മഹാരാഷ്ട്രയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ആ മഹാരാഷ്ട്രയിലേക്ക് ഈ സംഘം കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുന്ന ശ്രമത്തിലാണ്. പക്ഷേ അപ്പോഴും നേരത്തെ ബീദറിലേക്ക് ഉണ്ടായ ബാങ്ക് കവർച്ചയിൽ ഇതുവരെ യാതൊരു തുമ്പും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് ആയില്ല. അതിന് പിന്നാലെ നിരവധി ബാങ്ക് കവർച്ചകൾ ഈ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് കർണാടകയുടെ ഭാഗങ്ങളിൽ, മഹാരാഷ്ട്രയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിലൊന്നും തുമ്പ് കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. അതിന്റെ ഒരു തുടർച്ച എന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തി ഇത്രയും വലിയ കവർച്ച നടത്തുന്നത്. സംഭവത്തിൽ ഏതായാലും ഈ വിജയപുര SP ലക്ഷ്മൺ M നിംബാർഗയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലീസിന്റെ കൂടി സഹായം ഈ കേസിൽ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമീപകാലത്ത് ഈ ബാങ്ക് കവർച്ച കേസുകൾ കർണാടക പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിലെ ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ വിജയപുരയിലെ SBI ബാങ്കിലെ കവർച്ച.